ഹായ്, എല്ലാവർക്കും പ്രീത സമൂസ് ഫുഡ് കോർട്ടിലോട്ട് സ്വാഗതം. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റിയ മോരുകറിയാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. മോരുകറി വെക്കാനായിട്ട് ഞാനൊരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ 250 ഗ്രാം കുമ്പളങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് കറി വെക്കാനായിട്ട് ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. 1/4 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 2 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. കുമ്പളങ്ങ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. കുമ്പളങ്ങ വേവണ നേരത്ത് നമുക്ക് അരപ്പ് റെഡിയാക്കാം. ഞാനിവിടെ അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. ഇനി എടുത്തിരിക്കുന്നത് 2 വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, വേപ്പില, 4-5 കുരുമുളക്, 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഞാനിവിടെ 1/2 ലിറ്റർ തൈരാണ് എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് അല്പം തൈര് എടുത്ത് ഈ തേങ്ങ അരച്ചെടുക്കാം. അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള തൈരും കൂടി ഇതിലോട്ട് ഒഴിച്ച് ഒന്ന് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. കുമ്പളങ്ങയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അടിച്ചു വെച്ച അരപ്പും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നന്നായി ഇതേപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ തൈര് പെട്ടെന്ന് തന്നെ പിരിഞ്ഞു പോകും. മോരുകറി ഇവിടെ തിളച്ച് വരുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് താളിക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം 1 ടേബിൾ സ്പൂൺ കടുകും കൂടി ചേർത്ത് കൊടുക്കണം. കടുക് പൊട്ടി വരുമ്പോൾ തന്നെ ഒരു അല്പം ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് വറ്റൽമുളക്, വേപ്പില, ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ആ മുളക് പൊടി ചേർക്കേണ്ടത്. ഇനി നമുക്ക് മോരുകറിയിലോട്ട് താളിച്ചത് ചേർത്ത് കൊടുക്കാം. മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താലേ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ബൈ.